എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും താരൂസ് വേൾഡിലേക്ക് സ്വാഗതം. അമൃത TV നടത്തിയ സൂപ്പർ അമ്മയും മകളും ഷോ നിങ്ങളൊക്കെ കാണൂ എന്ന് എനിക്കറിയത്തില്ല, കാണുമായിരുന്നു എന്ന് എനിക്കറിയില്ല. അതിൽ കുറേ വിഷയങ്ങൾ നടന്നു. അപ്പോൾ എലിമിനേഷൻ റൗണ്ട് വന്നപ്പോഴും അപ്പം ഒരു ടൈ വന്നു, മാർക്കിൽ ഒരു ടൈ. അങ്ങനെ അപ്പോൾ ആ മത്സരാർത്ഥികൾ തങ്ങളിൽ പറഞ്ഞു, എന്നെ മാത്രം ഔട്ടാക്കുകയാണെങ്കിൽ വേണ്ട, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണെങ്കിൽ മുന്നോട്ട് പോകുന്നുള്ളൂ എന്നൊക്കെ രീതിയിൽ സംസാരം വരുന്നു. ഷോ ഡയറക്ടർ ഇടപെടുന്നു. അവിടെ ഒരു വാക്ക് തക്കം ഉണ്ടാവുന്നു. റിയാലിറ്റി ഷോ അല്ലേ, അപ്പോൾ എല്ലാവർക്കും ആഗ്രഹമാണ്, എല്ലാവർക്കും ഫൈനൽ റൗണ്ടിൽ എത്തണമെന്നും പറഞ്ഞ് സംസാരമാകുന്നു. ലാസ്റ്റ് എന്തായാലും കണ്ടസ്റ്റൻസ് ആഗ്രഹിച്ച പോലെ 5 പേരെയും എടുക്കുന്നു, ഫൈനലിലേക്ക് എടുക്കുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളാണ് ഭയങ്കരമായ സംഭവങ്ങൾ. അപ്പോൾ ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ഒരു അമ്മയും മകളും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കുറേ വിഷമങ്ങൾ അവർ പറയുന്നു. 6 ലക്ഷത്തോളം രൂപ അവരുടെ കയ്യിൽ നിന്ന് ചിലവായിരുന്നു ഈ ഒരു വർഷം. അവർ പറഞ്ഞു, ഒരു വർഷം ഞങ്ങളുടെ സമയം നഷ്ടപ്പെട്ടു, ഞങ്ങളിട്ട എഫേർട്ട്, ഞങ്ങൾ മുടക്കിയ പൈസ ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു 5ാം സ്ഥാനം കിട്ടി. അതായത് ഒരു ട്രോഫി കൊടുത്തു. അവർ ആ ട്രോഫി നിരസിച്ചു. അപ്പോഴത്തേക്ക് പിന്നീട് അത് കഴിഞ്ഞ് അവിടെ ഒരു ചർച്ച ഉണ്ടാകുന്നു. ശ്വേതാമേനോൻ പറയുന്നു, അതെനിക്ക് ഭയങ്കര ഹേർട്ടായി പോയി എന്ന് പറഞ്ഞു. അതേപോലെ സ്റ്റേജിനെ നിരസിച്ച് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല, അത് ഭയങ്കര ദോഷമാണ്, ധിക്കാരമാണ്. അങ്ങനെയൊക്കെ വിഷയങ്ങൾ നടക്കുന്നു. പിന്നീട് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്ന കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. പിന്നീട് അവർ വന്നിട്ട് ശ്വേതാമേനോനോട് ഒരു ക്ഷമ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അവർ പറയുന്നതെന്ന് വെച്ചാൽ അവരൊത്തിരി സാമ്പത്തികമായി ബുദ്ധിമുട്ടി കടം മേടിച്ചിട്ടൊക്കെയാണ് ഈ ഷോയ്ക്ക് വന്നത്. അപ്പം അവർ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞത് 3 മാസം ഷോ കാണത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ 3 മാസമായപ്പോൾ റേറ്റിംഗ് ഭയങ്കരമായി കൂടിയപ്പോഴത്തേക്ക് ഇവരൊരു എഗ്രിമെൻറ്റ് വെച്ചു, 6 മാസത്തേക്ക് ഒരു എഗ്രിമെൻറ്റ് വെച്ചു. അങ്ങനെ എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് 6 മാസം ആയപ്പോഴത്തേക്ക് ഇവർ ഷോ നിർത്തിയില്ല. നല്ല രീതിയിൽ TRP കയറുന്നവർ ഷോ നിർത്താതെ വീണ്ടും അതിനെ വലിച്ചു നീട്ടി 1 വർഷം വരെ കൊണ്ടുപോയി. മനസ്സിലായില്ല. പക്ഷേ എന്നിട്ട് 1 രൂപ പേയ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തില്ല. ഇവരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് എന്തെങ്കിലും പേയ്മെൻറ്റ് തരണം എന്ന് വെച്ചാൽ റേറ്റിംഗ് ഉണ്ടല്ലോ, അത്യാവശ്യം റേറ്റിംഗ് ഉണ്ടല്ലോ, തരണമെന്ന് പറഞ്ഞു. പക്ഷേ ആലോചിക്കാമെന്ന് പറഞ്ഞ് 1 വർഷം വരെ നീട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തവരെ 5ാം സ്ഥാനത്തേക്ക് തള്ളുകയും ചെയ്തു. ഫസ്റ്റ് പ്രൈസ് 3 ലക്ഷം, സെക്കൻഡ് പ്രൈസ് 2 ലക്ഷം, തേർഡ് പ്രൈസ് 1 ലക്ഷം. അപ്പം ഈ ഒത്തിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുന്ന അവർക്കൊട്ട് പൈസയും കിട്ടിയില്ല, വെറും ട്രോഫി മാത്രം. ഭയങ്കര കരച്ചിലായി, ബഹളമായി. അപ്പം നമ്മളൊരു റിയാലിറ്റി ഷോയ്ക്കൊക്കെ ഇറങ്ങുമ്പോൾ പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങുക. ഇങ്ങനെയൊക്കെ കടം മേടിച്ചൊക്കെ പോയിട്ട് പിന്നെ അയ്യോ കയ്യിൽ നിന്ന് പൈസ പോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് മകൾ പറയുന്നു, ആ 3 ദിവസം അവിടുന്ന് വന്ന് 3 ദിവസം എൻ്റെ അമ്മ അനുഭവിച്ച മാനസികമായ വിഷമം ഞാനാണ് കണ്ടത്. ഏത് നേരവും കരച്ചിൽ, ഹസ്ബൻഡിൻ്റെ അടുത്ത് ദേഷ്യം കാണിക്കുന്നു, എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ഇനി മുന്നോട്ട് ജീവിക്കേണ്ട. എന്നിട്ട് ആ അമ്മ പറയുകയാണ്, ആ ട്രോഫി മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചാൽ അത് കാണാൻ എനിക്ക് ദുഃഖം ഉണ്ടാകും, അതുകൊണ്ടാണ് ആ ട്രോഫി അവിടെ നിരസിച്ചിട്ട് വന്നത്. പിന്നീട് പറയുന്നു, ആ കിട്ടിയ മൊമെൻറ്റോ പലരും വീട്ടിൽ കൊണ്ട് പോകുന്ന വഴിക്ക് തന്നെ ഒടിഞ്ഞു പോയി എന്ന് പറയുന്നു. അങ്ങനെ പല പരാതികൾ. എന്തിനാണ് ഇങ്ങനെ പരാതി പറയുന്നത്? എല്ലാം ഒരു സന്തോഷം, അതിൽ ഒരു നല്ലത്, അതൊരു പോസിറ്റിവിറ്റി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക ഒരു ഷോയിൽ. അത് മുഖാന്തരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വന്ന് ചേരും. അങ്ങനെ ചിന്തിക്കേ. ഈ പരാതി മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന ജീവിതത്തിൽ എന്താ കാര്യം? ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പൈസ, ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഒത്തിരി പ്രശ്നമുള്ള ആൾക്കാരാണ്, ഞങ്ങളുടെ കാശ് അത്രയും പോയി. തല താഴ്ത്തിയല്ല, തല ഉയർത്തി പിടിച്ചിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട്. 1 വർഷമായിട്ട് ഞാൻ ട്രോഫി മേടിക്കേണ്ടി പോകുന്നതും ആ 5ാം സ്ഥാനം ആ ട്രോഫി എന്റെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്റെ ജീവിതകാലം മൊത്തം ആ ട്രോഫി കാണും. ഇല്ലേ, വീണ്ടും ഞാനിപ്പോൾ കാണുമ്പോഴൊക്കെ ഓർക്കും, ഞാൻ 5ാം സ്ഥാനത്തൊന്നും അല്ലാത്തവളായി പോയല്ലോ എന്നുള്ളൊരു, അത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. ആ ട്രോഫി കാണും. അതും കൂടി കൊണ്ട് തന്നെയാണ് അത് വേണ്ടെന്ന് വെച്ചത്. മാക്സിമം യൂസ് ചെയ്തിട്ട് കറിവേപ്പില് പോലെ നമ്മൾ അതിനകത്ത് എടുത്ത് കളഞ്ഞു. എനിക്ക് ആ ട്രോഫിയെ കാട്ടിൽ വരുന്നത് എനിക്ക് പൈസയാണ്. എന്റെ ജീവിതത്തിൽ പണമില്ലാതെ ഒന്നും നടക്കത്തില്ല. ഭൂമിയിൽ വിറ്റുകൾ ചെയ്തു, ഔട്ട്ഡോർ ടാസ്കിന് കരമന മാർക്കറ്റിൽ പോയി പച്ചക്കറി കച്ചവടം, തെരുവിൽ നിന്ന് പച്ചക്കറി കച്ചവടം ചെയ്തു. ഇതൊക്കെ ഒത്തിരി എഫോർട്ട് എടുത്തിട്ട് ഞങ്ങൾ നാണം കിട്ടൊക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. കാരണം നമുക്ക് ഇതിനകത്ത് വിജയിക്കണം. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവരെ ഒരുപാട് യൂസ് ചെയ്തു. അവർ നന്നായിട്ട് അറിഞ്ഞുകൂടെങ്കിലും കഥാപ്രസംഗം പഠിച്ചു പറഞ്ഞു, അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. അറിഞ്ഞൂടാത്ത പല കാര്യങ്ങളും, അവർ ഡാൻസ് പഠിച്ച ആളുകളല്ല. അപ്പം എന്നിട്ടും അറിഞ്ഞുകൂടെങ്കിലും അവർ ഡാൻസ് ചെയ്തു. ബാക്കിയുള്ള പെർഫോമേഴ്സ് എല്ലാം ഡാൻസേഴ്സ് ആയിരുന്നു. ഇവർ പക്ഷേ ആധികാരികമായിട്ട് ഡാൻസ് പഠിച്ചിട്ടില്ല, എങ്കിൽ കൂടിയും അവർ പെർഫോം ചെയ്തു. അവരെ കൊണ്ട് പറ്റാത്ത പല കാര്യങ്ങളും അവർ ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് കറിവേപ്പില പോലെ 5ാം സ്ഥാനം നൽകി. ആദ്യം ഇവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന്. അങ്ങനെ പ്രതീക്ഷ ഈ ടീം കൊടുത്തു. എന്നിട്ട് കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയും വിഷമവും കരച്ചിലും. കോമ്പറ്റീഷൻ അല്ലേ, എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടുമോ? ഇല്ലല്ലോ. അതൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മളുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ അതൊക്കെ തുറന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അത് സ്വാഭാവികം തന്നെയാണ്. അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറഞ്ഞു. പിന്നെ അത് ഷോയിൽ ഒരു പ്രശ്നമായി, പിന്നീട് ഇറങ്ങിപ്പോയി. അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് കേൾക്കാം. പക്ഷേ കുറേയേറെ ഡ്രീം മൊമെന്റ്സ് ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അല്ല ചിരിക്കാതെ വരുന്ന കുറേയേറെ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. സോ ഒരു പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പിന്നീട് കുറേ കഴിയുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കലാജീവിതത്തിൽ എന്ത് ഓർക്കണം എന്നതിനൊപ്പം തന്നെ എന്ത് ഓർക്കാതിരിക്കണം എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്.
കലാജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും പോലെ എല്ലാം കിട്ടണമെന്നില്ല. നമുക്ക് ഒരുപാട് ഒറ്റപ്പെടുത്തലുകളും തള്ളിക്കളയലുകളും ഇതൊക്കെ നേരിടേണ്ടി വരും. ഇതെല്ലാം സധൈര്യം നേരിട്ട് മുന്നേറുന്നവർക്ക് മാത്രമേ വിജയമുള്ളൂ. ഒരു ശില്പം ഒരു ശില്പിയുടെ കയ്യാൽ ഉണ്ടാകുമ്പോൾ അതെന്തുമാത്രം എത്രമാത്രം ഉളിമുനയുടെ കൊത്തേറ്റ് എന്നിട്ടാണ് ഒരു ശില്പമായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ കലാകാരന്മാരും ഒരുപാട് ദുർഘടമായ വഴികളിലൂടെ കടന്നാണ് ലാസ്റ്റ് വിജയത്തിലേക്ക് എത്തുന്നത്. അമ്മേമകൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ കൂടെ പങ്കെടുത്തു. പക്ഷേ അതിനകത്ത് ഫൈനൽ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ 5ാം സ്ഥാനത്താക്കി. അതിൻ്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഞാൻ ഇതുവരെയും ഒരു മാറിയിട്ടില്ല. ഏകദേശം ഒരു വർഷമായിട്ട് കഴിഞ്ഞ വിഷുവിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഒരു 3 മാസത്തേക്കുള്ള ഒരു ഷോയാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയാം, ഞാൻ ഓൾറെഡി 2 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സിനിമ ചെയ്ത് കഴിഞ്ഞ് ഫ്ലവേഴ്സ് ഒരു കോടി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അത് കണ്ടിട്ട് ഞങ്ങളുടെ ഇതിൻ്റെ ഡയറക്ടർ അവിടെ നിന്ന് നമ്പർ എടുത്തിട്ടാണ് എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ഇപ്പം ഫ്രീ ആണോ, ഇന്നാരാണെന്ന് പറഞ്ഞു. അമൃതയാണ് വിളിക്കുന്നത്, ഇപ്പം ഫ്രീ ആണോ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ സമയത്ത് സിനിമയൊന്നും ആയിട്ടില്ല, വേറെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരു ഷോ വരുന്നുണ്ട്, റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞ ഒരു ഷോ വരുന്നുണ്ട്, ഇങ്ങനെ സൂപ്പർ അമ്മയും മകളും എന്നുള്ള ഷോ ആണ്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി വരാമെന്ന് പറയും. അപ്പോൾ വിളിച്ച് മോളെ ഉൾപ്പെടുത്തും അമ്മയും മകളും കൊണ്ടുള്ളൊരു ഇതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ഒരു വിഷുവിന് തുടങ്ങി ഓണത്തിന് തീരുന്ന ഷോയാണ്, ഒരു 2-3 ഷെഡ്യൂളേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു. എന്നോട് പറഞ്ഞു പിന്നെ ചാനലിൻ്റെ ഭാഗത്തുനിന്ന് ഒരാളുണ്ടാകും, അത് അതിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ച് എന്നോട് പറഞ്ഞ് എറണാകുളത്ത് വരുമ്പോൾ അപ്പോൾ അവിടെ ഓഡിഷൻ നടക്കുന്നുണ്ട്, എറണാകുളത്ത് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. ദിവസം വരാമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് 2 പേർക്ക് ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാമെന്ന് ചോദിച്ചു. ഞങ്ങൾ അപ്പോൾ തന്നെ പോയി 2 പേർക്ക് പോയി. നമ്മളങ്ങനെ ടീനിങ് ഡ്രസ്സ് എപ്പോഴും ഇടാറില്ലല്ലോ, ഇത് ഞങ്ങൾ ഇട്ടിട്ടില്ല. അങ്ങനെ ഉടനെ പോയി ഞങ്ങൾ 2 പേർക്ക് ഒരേപോലത്തെ ചുരിദാറൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടെ ചെന്നു, സാറിനെ കണ്ടു. അപ്പം തന്നെ ഒരു ചെറിയൊരു പെർഫോമൻസ് ഞങ്ങളെ കൊണ്ടെടുപ്പിച്ചു. പിന്നെ ഒരു കുറച്ച് ഫോട്ടോഷൂട്ട് എടുത്ത് വിട്ടു. പിന്നെ നമ്മളോട് അസിസ്റ്റന്റ് വിളിക്കുമെന്നൊക്കെ പറഞ്ഞ് വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ വിളിക്കുന്നത് അസിസ്റ്റന്റാണ്, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതൊക്കെ. ഇന്ന ദിവസം ഗ്രൂമിങ് അപ്പോൾ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓൾറെഡി അപ്പോൾ ഞാൻ ഓർത്തു നമ്മൾ പേയ്മെന്റിന്റെ കാര്യമൊന്നും സംസാരിച്ചില്ല. എന്നാൽ ഓൾറെഡി ഞാൻ ഓർത്തു പേയ്മെന്റ് തരുമായിരിക്കും. നമ്മൾ സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഇവളും ആർട്ടിസ്റ്റ് അല്ലേ, പേയ്മെന്റ് തരുമായിരിക്കും, നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സമയം കൂടായിരുന്നു. അപ്പോൾ പേയ്മെന്റ് കിട്ടുന്ന ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ഈ ഷോയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ എല്ലാവരും ഡാൻസേഴ്സ് ആണ്. എല്ലാവരും ഡാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാൻസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഒരു 12 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് 11 പേർക്കും 11 അമ്മമാരും ഡാൻസേഴ്സ് ആയിരുന്നു. അമ്മ മാത്രം ഡാൻസർ അല്ല. അല്ല, അതിൽ ഒരാളും കൂടി ഉണ്ട്. ഒരാളും കൂടെ ഡാൻസ് അത്ര പുള്ളിക്കാരി ഡാൻസിൽ ഇതായിട്ടുള്ളതല്ല. ശ്രീകുട്ടി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്. ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നതിന് മുമ്പ് നമുക്ക് അന്നത്തെ ഒരു ഇൻസിഡന്റ് എനിക്ക് അതിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാൻ തോന്നുന്നു. കാരണം ഇപ്പൊ ഏത് റിയാലിറ്റി ഷോ ആണെങ്കിലും ഏത് ഷോ ആണെങ്കിലും അതിന്റെ വിധി വരുന്ന ദിവസം അല്ലെ, അതിലേക്ക് എങ്ങനെയാണ് എപ്പോഴും കാത്തിരിപ്പ്, പ്രേക്ഷകരാണെങ്കിലും അതിലെ മത്സരാർത്ഥികളാണെങ്കിലും ആ ഒരു ദിവസം ഇത്രത്തോളം ഒരു ഷോക്ക് ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ട്? ഇപ്പൊ പലപ്പോഴും വിധി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയേക്കാം, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായേക്കാം. പ്രത്യേകിച്ച് ഫിനാലിലെ 5 പേരുണ്ട് അല്ലെ, 5 പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിച്ച സ്ഥാനമില്ലാത്തതായതുകൊണ്ടാണോ അതോ അതിന് യോഗ്യത ഇല്ലാത്തവർക്ക് അത് കൊടുത്തോളാം? ഏതാണ് ഏറ്റവും കൂടുതൽ ഷോക്ക് ആക്കിയത്? എന്താ നിങ്ങളെ എന്നെ ഏറ്റവും കൂടുതൽ ഷോക്ക് ആക്കിയത് ഞങ്ങൾ 2 പേരെയും 5ാം സ്ഥാനം. നമ്മുടെ ലാസ്റ്റിൽ ഒരു 3 പെർഫോമൻസ് ആയിരുന്നു ഫൈനലിൽ വേണമെന്ന് പറഞ്ഞത്. ഒരു ഗ്രൂപ്പ് ഡാൻസ്, 10 പേരെ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഡാൻസ്, പിന്നെ അമ്മയും മകളുമായിട്ട് ഒരു പെർഫോമൻസ്, പിന്നെ ഒരു റാംബോ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു റൗണ്ട്, ഇത്രയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഞാൻ ആകെ ടയർഡായിട്ട് നിൽക്കുക. കാരണം ഈ റാംബോക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്. ഞാൻ വീടിനകത്ത് ഒതുങ്ങിക്കൂടി ഇപ്പോൾ ഒരു 2 വർഷമായുള്ളൂ. ഞാൻ ഈ അഭിനയം എന്നുള്ള ഇഷ്ടം കൊണ്ട് അഭിനയം എന്നുള്ള ഒരു ഫീൽഡിൽ വന്നത് 2 വർഷം. അതുവരെ ഞാൻ എൻ്റെ മോളുടെ കൂടെ അവളുടെ അമ്മ ഇപ്പം രണ്ട് സിനിമ ചെയ്തു, വേറെ ഒരു ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഉള്ള വ്യക്തികളാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 5ാം സ്ഥാനമായിപ്പോയി. അവർക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. അപ്പം ചില റിയാലിറ്റി ഷോയിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന് മുന്നേ ഏഷ്യാനെറ്റിലും ഇതേപോലൊരു പിന്നെ അത് വന്നിട്ട് കുറേ വർഷങ്ങളായി. ബൈക്ക് ഓടിക്കാൻ അറിയാവുന്ന പിള്ളേരെ ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോ വെച്ചിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളുണ്ട്, അവിടെ ഓടിയെത്തണം. എന്നിട്ട് അവിടെ കുറേ ഗെയിമുകളൊക്കെ സെറ്റ് ചെയ്യും. അത് ഭയങ്കര കഷ്ടതയുള്ളതാണ്. അത് പെർഫോം ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇതേപോലെ ട്രോഫി മാത്രം കൊടുത്തു, ഒരു പ്രൈസും കൊടുത്തില്ല. അവർ ഒരു വർഷത്തോളം ആ ഷോ ഓടി. പിന്നെ എന്നിട്ട് പെർഫോം ചെയ്തവർക്കൊന്നും പൈസയൊന്നും കിട്ടിയതുമില്ല. അതുമൊക്കെ ഭയങ്കര പരാതി. അപ്പം നമ്മളങ്ങനെയുള്ള ഷോയ്ക്ക് ഇറങ്ങുമ്പോൾ തിരക്കിയിട്ട് പോവുക. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വന്നിരുന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് കാര്യമില്ല.